കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായൊരു പേരാണ് മനാഫ് എന്ന് പറയുന്ന സഹോദരൻ. കോഴിക്കോട് ജില്ലയിലെ മുക്കമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. മനാഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ഓടിച്ചിരുന്നത്. അർജുൻ എന്ന സഹോദരനെ ലോക മലയാളി സമൂഹം അറിഞ്ഞത് ഷിരൂരിലുണ്ടായ അപകടത്തിന് ശേഷമായിരുന്നു. അർജുൻ നല്ലൊരു മകനായിരുന്നു, നല്ല ഭർത്താവായിരുന്നു, നല്ല കൂട്ടുകാരനായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അർജുൻ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അർജുനെ കാണാതായത് മുതൽ കേരളത്തിലുള്ള എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങളിൽ അർജുനു വേണ്ടിയുള്ള, അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചിരുന്നത്. മനാഫിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് മുതൽ തന്നെ അർജുനെ മനാഫിന് നല്ല പോലെ അറിയാമായിരുന്നു. അർജുൻ്റെ ആ കമ്പനിയിലുള്ള ആ ജോലിയോടുള്ള ആത്മാർത്ഥതയും അധ്വാനശീലവുമൊക്കെ തന്നെ, സത്യസന്ധതയുമൊക്കെ തന്നെ മനാഫ് പല വീഡിയോകളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അർജുൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പല വീഡിയോകളിലും കേൾക്കാൻ സാധിച്ചിരുന്നു. തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൻ്റെ സ്വന്തം സ്റ്റാഫിനെ കാണാതായത് മുതൽ മനാഫ് എന്ന സഹോദരൻ ഷിരൂരിൽ നിന്നും പോന്നിട്ടില്ല. ഷിരൂരിലെ തിരച്ചിലുണ്ടായിരുന്ന 2-ാം ദിവസം മുതൽ തന്നെ മനാഫ് ഷിരൂരിൽ തന്നെയുണ്ട്. അതിനുശേഷം തിരച്ചിൽ അവസാനിച്ചതിന് ശേഷം വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നപ്പോഴും മനാഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലുമുള്ള എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രം തന്നെയുള്ളൂ മനാഫിൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ളത്. അർജുനെ കാണാതായത് മുതൽ കേരളത്തിലെ മലയാളി സമൂഹം അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി, അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴും കേരളത്തിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥിക്കുമ്പോൾ തന്നെയും, അഥവാ 99.99% ആളുകളും അർജുനു വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അർജുനെയും ലോറിയെയും കണ്ടെത്തണമെന്നുള്ള മാനസികമായും ശാരീരികമായും സപ്പോർട്ട് ചെയ്യുമ്പോഴും 0.1% ആളുകൾ അപ്പോഴും അർജുനെയും മനാഫിനെയും കുറിച്ച് ഒരുപാട് ഇല്ലാ കഥകളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനാഫും അർജുനും എപ്പോഴും കള്ളത്തടിയുമായി കൊണ്ടുവരുന്ന ആളുകളാണെന്നും, അതല്ലെങ്കിൽ അവർ കള്ളക്കടത്തുകാരാണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില യൂട്യൂബർമാർ വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെയെല്ലാം പൊളിച്ചടക്കുന്ന രീതിയിലുള്ള തെളിവുകളുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല വീഡിയോകളിൽ നിന്നും തെളിവ് സഹിതം നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്ത് വില കൊടുത്തും അർജുനെ കണ്ടെത്തുന്നത് വരെ പരിശ്രമിക്കും എന്നു തന്നെയാണ് മനാഫിൻ്റെ വാക്കുകളിൽ നിന്നും എപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. ആ ഒരു ആഗ്രഹം തന്നെയാണ് എല്ലാ ആളുകൾക്കും ഉള്ളതും. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ അർജുനും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.